പാടുന്നു. Oh, praise the Lord. Amen. Praise the Lord. Praise the Lord. Hallelujah. നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവതിനാ ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവതിനാ അഭിവന്ദനം ചെയ്തിടുന്നു കൃപയ്ക്ക് അഭിവന്ദനം ചെയ്തിടുന്നു വന്ദനം യേശുപരാ നിനക്കെന്നും വന്ദനം യേശുപരാ പരാ നിനക്കെന്നും വന്ദനം യേശുപരാ വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാ വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാ വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാ. സഭ ഒന്നടങ്കം എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ വലത് കരങ്ങൾ ദൈവസന്നിധിയിൽ ഈ കുടുംബത്തിന് നേരെ ഉയർത്തി ഈ വാത്സല്യ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ. നമ്മൾ ആ കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ പ്രതിഷ്ഠിച്ചിലെ പറ്റുന്ന ഒരു കുഴപ്പമാണ്, പാസ്റ്ററുടെ കയ്യിൽ ഇരിക്കാറില്ല, അവരിവിടെ ചാടി ചാടി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ കർത്തക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അനുഗ്രഹിക്കപ്പെടുന്നു ഈ പ്രിയ ദൈവദാസൻ ഒരുമിച്ച് കൊണ്ടുപോകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ദൈവം അവർക്ക് ദാനം ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ അവർക്ക് വചനം പഠിക്കുവാൻ ദൈവം സാഹചര്യം രണ്ടുപേരും വേദവിദ്യാഭ്യാസം വിജയകരമായി പൂർത്തീകരിച്ചു. പ്രിയ മകളും ഇപ്പോൾ MD കോട്ടയം തിയോളജിക്കൽ സെമിനാരിൽ നിന്ന് പൂർത്തീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിന്റെ ഗ്രാജുവേഷൻ നടന്നിട്ടില്ല, അവർ ഗ്രാജുവേഷനായി വെയിറ്റ് ചെയ്യുകയാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ ഈ വർഷം ദൈവം സഹായിച്ചു. ആത്മീയ മേഖലയിൽ മാന്യമായ വിദ്യാഭ്യാസം അവർക്ക് ദൈവം ഇനിയും അവർ പഠിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളത്. എത്രത്തോളം വചനം പഠിക്കാം അത്രത്തോളം നല്ലതായിരിക്കും. ആമേൻ. ഈ കുഞ്ഞുങ്ങൾ വചനം പഠിക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ദാസന്മാരുടെ പല കോണ്ടാക്ട്സിലൂടെ നേരത്തെ അനുപാസ് പറഞ്ഞതുപോലെ അവരുടെ കോണ്ടാക്ട്സ് നമ്മളുമായി കടന്നു വന്നു. ഞങ്ങൾ ആദ്യം വഴിയിൽ വെച്ചാണ് ഒരുമിച്ച് കാണുന്നത്. അവൻ വെമ്പായം ഒരു ബസ് സ്റ്റോപ്പിന്റെ പഠിക്കൽ നിന്നാണ് ഞാൻ എൻ്റെ ഐഡസ് പാസ്റ്ററും കൂടെ ഒരുമിച്ച് കാണുന്നത്. കണ്ടു, ഒരു ഏറിയ പാസ്റ്ററുടെ മകനാണെന്നറിഞ്ഞു. മറ്റൊന്നും ഞാൻ പിന്നെ അന്വേഷിച്ചില്ല. ഒരു പാസ്റ്ററിന്റെ മകൻ എന്നുള്ള നിലയിൽ ആമേൻ ഹൃദയപൂർവ്വം ഞാൻ അവരെ സ്നേഹിച്ചു, മാനിച്ചു. കർത്താവിന്റെ സമയമായപ്പോൾ ഈ സഭ അവർക്ക് വേണ്ടി വാതിൽ തുറന്നു. അപ്പോൾ മറ്റൊരു സീനിയർ ദൈവദാസനോട് വരാൻ വേണ്ടി ഒരുങ്ങി നിന്നതാണ്. അദ്ദേഹം ഈ ഏരിയയിലൊക്കെ വന്നു, എല്ലാ കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ അതിന്റെ പരിസരത്തൊക്കെ വന്ന് പലരുമായി സംസാരിക്കുക വരെ ചെയ്തതാണ്. പക്ഷേ ദൈവാത്മാവ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ഈ കുടുംബത്തെ ഇവിടെ ഐക്യത ആമേൻ. ആത്മാവ് എന്നെ ഗൈഡ് ചെയ്തു. ആമേൻ. ഞങ്ങൾ കമ്മിറ്റി അത് തീരുമാനിച്ച് അവരെ ഈ പ്രദേശത്ത് സഭയ്ക്ക് ചുമതല നൽകി ഇവിടെ കൊണ്ടാക്കി. ദൈവകൃപയാൽ ദൈവം ഇവിടെ ആക്കിയ സമയം തൊട്ട് വിശ്വസ്തയോടെ ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളാണ്. കാരണം അവര് വളരെ പ്രായത്തിൽ ചെറുപ്പമാണ്. പിതാക്കന്മാരുടെ കരുതലും സംരക്ഷണവും ഇന്ന് അവർക്ക് അനുഗ്രഹമാണ്. പിതാവ് ഞങ്ങൾ സമപ്രായക്കാരായ ആണ്. കർത്താവിന്റെ വേലയിൽ ദീർഘവർഷമായി ഈ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നവരാണ്. നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണം, അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം, അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണം.
ആമേൻ. ഇന്ന് നാം പ്രതിഷ്ഠിക്കുന്ന കുഞ്ഞുമായി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സ്ഥലത്തിലേക്ക് അടുത്തു ചെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. Praise the Lord. Hallelujah. 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 Praise the Lord. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുമായി അവിടുത്തെ കൃപാസനത്തിനരികിലേക്ക് വരികയാണ്. കർത്താവേ, അവൻ ഗർഭത്തിൽ ഉരുവായ സമയം തൊട്ട് കർത്താവേ, നീ അവനോട് കൂടെയിരുന്നു. അവന് ജനനത്തിന് മുൻപ് തന്നെ, അവൻ ഉരുവാകുന്നതിന് മുൻപ് തന്നെ അവൻ ആരാകും എന്ന് അവിടുന്ന് നിർണയിച്ച ഒരു ദൈവമാണ്. എല്ലാം ദൂരത്തുനിന്ന് അറിയുന്ന, ദൂരത്തുനിന്ന് കാണുന്ന, ദൂരത്ത് നിന്ന് സകലതും രൂപകൽപ്പന ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ഈ വാത്സല്യ കുടുംബത്തിന് ദാനമായി കൊടുത്ത ഈ പൈതലിനെ ഇന്ന് പകലിൽ നിന്റെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കണമേ. അവന്റെ ജനനം മുതൽ ഇന്നയോളം നീ അവനോട് കൂടെ ഞങ്ങൾ സഭ ഒരുമിച്ച് അനുഗ്രഹീതരായ ദൈവദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ഈ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, ഈ കുഞ്ഞ് വളരുമ്പോ യേശുവിനെ പോലെ നല്ല മെന്റൽ മെച്ചൂരിറ്റിയുള്ള പൈതലായി വളർന്നു വരട്ടെ. ഈ കുഞ്ഞ് വളരുന്തോറും നല്ല ഫിസിക്കൽ മെച്ചൂരിറ്റിയുള്ള പൈതലായി അവിടുന്ന് വളർന്നു വരട്ടെ. ഈ കുഞ്ഞ് വളർന്നു വരുന്തോറും നല്ല സ്പിരിച്വൽ മെച്ചൂരിറ്റിയുള്ള പൈതലായി വളർന്നു വരട്ടെ. ഈ കുഞ്ഞ് വളർന്നു വരുന്തോറും നല്ല സോഷ്യൽ മെച്ചൂരിറ്റിയുള്ള പൈതലായി അവ വളർന്നു വരുവാൻ നീ അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി ദൈവസ്ഥലം പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ യഹോവയുടെ സന്നിധിയിൽ കൊണ്ട് സമർപ്പിച്ചു. അനന്തരഫലം വളർത്തിയത് ദൈവമായി. ആ കുഞ്ഞിനെ ദൈവം വളർത്തിയപ്പോൾ ആമേൻ, മാതാപിതാക്കൾ ആശിച്ചതുപോലെ ആയിരുന്നില്ല. ആ കുഞ്ഞിനെ ഒരു നല്ല പ്രവാചകനായി, ഒരു നല്ല പുരോഹിതനായി, നല്ല ആമേൻ ന്യായാധിപനായി ഒടുവിൽ ഞങ്ങൾ വായിക്കുമ്പോൾ ആ കുഞ്ഞ് രാജാക്കന്മാരെ വാഴിക്കുന്നവനായി ദൈവം വളർത്തിക്കൊണ്ടുവന്നതുപോലെ ഇന്ന് പകലിൽ ഈ വാത്സല്യ കുഞ്ഞിനെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് ആമേൻ, ശമൂവേൽ ബാലനെ എപ്രകാരം ദൈവം വളർത്തിക്കൊണ്ടുവന്നു അതുപോലെ ഈ വരുന്ന ആളുകളിൽ ഈ കുഞ്ഞിനെ ദൈവം വളർത്തി അനേകരുടെ മേൽ കൈവച്ച് അനുഗ്രഹിച്ച് അനേകരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് നയിക്കുന്ന പ്രത്യേകമായ അധികാരവും പ്രത്യേകമായ കൃപയും പ്രത്യേകമായ പദവിയുമുള്ള ഒരു യുവാവായി, ഒരു ഉപദേഷ്ടാവായി ദൈവം അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് കാണുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് അത്യുന്നതന്റെ കൈകീഴിൽ ഞങ്ങൾ ഈ കുഞ്ഞിനെ സമർപ്പിക്കുകയാണ്. ഇന്ന് മുതൽ ഈ കുഞ്ഞിന്റെ മേൽ, ഈ കുഞ്ഞിന്റെ ആരോഗ്യത്തിന്മേൽ, ഈ കുഞ്ഞിന്റെ ബുദ്ധിമണ്ഡലത്തിന്മേൽ, ഈ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന്മേൽ, ഭാവി ജീവിതത്തിന്മേൽ യേശു മാത്രം അവിടുന്ന് കർത്താവായിരിക്കണം. പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിഴലിൻ കീഴിൽ വളരുന്ന ഒരു പൈതലായി അവനെ ഞങ്ങൾ ഇവാൻ പ്രിൻസ് എന്ന പേര് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവനെ അനുഗ്രഹിച്ച് അവനെ പേർ വിളിക്കുകയാണ്. ജീവിതത്തിന്റെ എല്ലാ വഴികളിലും എല്ലാ വളർച്ചയും ദൈവം അവനോട് കൂടെയിരുന്നു. ഈ ലോകത്തിലെ ആപത്തുകൾ, അനർത്ഥങ്ങൾ, പ്രതികൂലങ്ങൾ, പൈശാചികമായ എതിർപ്പുകൾ, മാനുഷികമായ പ്രതികൂലങ്ങൾ നിന്നെല്ലാം ഈ കുഞ്ഞിനെ വിടുവിച്ച ഈ സമൂഹത്തിന് അവൻ ഉന്നത വിദ്യാഭ്യാസം ദൈവം നൽകി
ദൈവം അവരെ കുറിച്ചിട്ടിരിക്കുന്ന പദ്ധതിയിൽ അവൻ എത്തുവോളം അവിടുത്തെ സ്നേഹത്തിന്റെ കരം കുഞ്ഞിനെ പിടിച്ച് അവൻ കരം പിടിച്ച് അവനെ നടത്തി അവനെ എത്തിക്കേണ്ട ലക്ഷ്യത്തിൽ ദൈവം സമയമാകുമ്പോൾ അവിടുന്ന് എത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കൂ. ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി കുഞ്ഞിനെ അനുഗ്രഹിച്ച് ഈ കുഞ്ഞിനെ ദൈവകൃപയിൽ ആത്മീയ പക്വതയിൽ വളർത്തിയെടുക്കുക എന്ന് പകരം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് മാതാപിതാക്കന്മാരുടെ കയ്യിൽ കുഞ്ഞിനെ ഞങ്ങൾ സമർപ്പിച്ചു കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ മാതാപിതാക്കന്മാരെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മപിതാക്കന്മാർ അവരുടെ തലമുറകൾക്ക് വേണ്ടി രാവും പകലും അവർ ഇടവിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ രാവും പകലും കണ്ണുനീരോടെ പ്രവാചകൻ ചെന്നൊരു വാക്ക് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക. തുടർന്ന് നടന്നതെല്ലാം ഞങ്ങളുടെ ചിന്തകൾക്ക് അപ്പുറത്തായ സംഭവങ്ങളാണ്. പ്രവാചകന്റെ വാക്ക് കേട്ടപ്പോ ഹിസ്കിയാവ് ചുവരിന് നേരെ മുഖം തിരിച്ചു. അവിടെ ഇങ്ങനെ ഞങ്ങൾ വായിക്കുന്നു, അവൻ ഏറ്റവും കരഞ്ഞു ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നെ ഓർക്കണമേ, എന്നെ ഒന്ന് ഓർക്കണമേ, ഞാൻ നടന്ന വഴികൾ ഒന്ന് ഓർക്കണമേ, എന്റെ പ്രവൃത്തികൾ ഒന്ന് ഓർക്കണമേ. ദൈവസന്നിധിയിൽ ഏറ്റവും കരഞ്ഞു കഴിഞ്ഞപ്പോ ആ രാജധാനിയുടെ മുറ്റത്ത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ യെശയ്യാ പ്രവാചകൻ തിരിച്ചു ചെന്ന് ഉത്തരം പറയേണ്ടെന്ന് അനുഭവപ്പെടോ. അതെ, ചെന്ന പ്രവാചകനോട് ദൈവം പറഞ്ഞു, വേഗത്തിൽ ചെന്ന് മടങ്ങി ചെന്ന് അവനോട് നീ ഇങ്ങനെ പറക എന്ന് പറഞ്ഞു യെശയ്യാവിനെ മടക്കി അയച്ചതുപോലെ എന്നെ ഓർക്കണമേ എന്ന് പറയുവാൻ ഇടവരത്തക്ക വേണം. ദൈവത്തിന്റെ സന്നിധി ഇന്ന് പകലിൽ നിന്ന് ദാസൻ സൂക്ഷിച്ചതുപോലെ വിശ്വസ്തയോടെ കർത്താവിന്റെ തിരുമുൻപാകെ നടന്ന നല്ല ഒരു കുടുംബജീവിതം, വിശ്വസ്തമായ ഒരു ആത്മീക ശുശ്രൂഷ ഈ തലമുറയിൽ ചെയ്തെടുത്ത് ആരംഭം ചെറിയതാണെങ്കിൽ ഈ ചെറിയ ആരംഭത്തിൽ നിന്ന് കർത്താവിന്റെ വരവിന് താമസമുണ്ടെങ്കിൽ ലോകത്തിന്റെ എല്ലാ കരകളിലും ആമേൻ ഈ സത്യവേദപുസ്തകവുമായി അവർ നിൽക്കുന്ന ആ കാലം, ദൈവം നിർത്തുന്ന ആ സമയത്തിനായി അവർ കാതോർത്ത് ദൈവസൻ കാത്തിരിക്കുന്ന ഒരു കുടുംബമായി തീരേണ്ടതിന് ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബം അവർക്ക് ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങളും അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമാറാണ്. ഈ വാത്സല്യ കുടുംബവും അവർക്ക് ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങളും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമാറാകണം. ഈ പ്രിയ കുടുംബവും അവർക്ക് ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങളും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാവർക്കും ചില നിമിഷങ്ങൾ കൂടെ ഇരിക്കാം. അപ്പോൾ തന്നെ സഭയോടും ഒരു ദൂതുണ്ട്.